പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അനുവുമായി ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം അഞ്ജലി ഒടുവിൽ എടുത്തിരിക്കുകയാണ്. എത്രയൊക്കെ താൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും മനുവിൻ്റെ മനസ്സിൽ സ്നേഹയ്ക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് അഞ്ജലി. ഇതോടെ അഞ്ജലി മാനസികമായി തകർന്നു പോകുന്നു. തൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ഇതേ തുടർന്ന് തിരിച്ചു പോകുന്ന അഞ്ജലി ഇനിയും തനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നും അയാളുടെ മനസ്സിൽ മറ്റൊരു സ്ത്രീക്കാണ് സ്ഥാനമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഞ്ജലിയുടെ അച്ഛനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ സ്നേഹയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അഞ്ജലി തുറന്നു പറയുന്നു. വിവാഹത്തിന് മുൻപുള്ള ബന്ധമാണ് ഇതെന്നും ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം നടത്തിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഞ്ജലി താനിപ്പോൾ അവിടെ നരകതുല്യമായ ജീവിതമാണ് അനുഭവിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇനിയും തനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്തിനാണ് ഒരാളുടെ മനസ്സിൽ സ്ഥാനമില്ലാതെ ആ സ്ഥാനത്ത് പോയി ഇരിക്കുന്നത്? അയാൾക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ ഇനിയും അയാളുടെ മുന്നിൽ പോയി ഭാര്യയായി അംഗീകരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കാൻ തന്നെ കിട്ടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം അഞ്ജലിയുടെ വീട്ടുകാരെ ഞെട്ടിച്ചതിനെ തുടർന്ന് മനുവിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു തീരുമാനമുണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യുന്നു അവർ. ഇതോടെ മനുവിൻ്റെ അച്ഛനെ ചെന്ന് കാണുകയാണ് അവർ. അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ ഇതേ തുടർന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ നിഷേധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന മനുവിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കണം എന്ന് കരുതിയല്ല താൻ ഈ വിവാഹം നടത്തിയത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇനി എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇതെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറല്ല ഞങ്ങളെന്നും തൻ്റെ മകളെ ചതിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും വ്യക്തമാക്കുന്ന അയാൾ മനുവിനോട് കരുതിയിരുന്നു കൊള്ളാൻ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മനുവാകെ ഞെട്ടിപ്പോകുന്നു. ഇതേസമയം മനുവിൻ്റെ വീട്ടുകാരും എതിരാവുകയാണ്. മനു കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന മനുവിൻ്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ മനുവിന് മാപ്പില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് മനു ചെയ്തത്. ഇതിന് മാപ്പ് നൽകാൻ താൻ ഉദ്ദേശിക്കുന്നുമില്ല. മനു തന്നെ ഇപ്പോൾ ചെയ്ത തെറ്റിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. സഹായിക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മനുവിൻ്റെ അച്ഛൻ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇതോടെ മനു ആകെ ഒറ്റപ്പെട്ട് പോയിരിക്കുകയാണ്. തൻ്റെ വീട്ടുകാർ തന്നെ തള്ളിപ്പറയുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന മനു ഇതേ തുടർന്ന് മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കണ്ട് ഒരു തവണ കൂടി സംസാരിക്കാൻ തയ്യാറാകാം എന്ന തീരുമാനം എടുക്കുന്ന മനു അഞ്ജലിയെ ഫോൺ ചെയ്യുകയും അഞ്ജലിയോട് തനിക്ക് തെറ്റുപറ്റിപ്പോയതായി പറയുകയും അഞ്ജലിയോട് ഒരു തവണ തനിക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. താൻ ചെയ്ത തെറ്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തൻ്റെ കൂടെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കാണുമോ എന്ന് ചോദിക്കുന്ന മനു ഇനി താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പറ്റിപ്പോയ തെറ്റ് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല, പക്ഷേ തന്നോട് പൊറുക്കാൻ നിനക്ക് സാധിക്കുമോ എന്നും മനു ചോദിക്കുന്നു. ഡിവോഴ്സ് ആണ് നിന്റെ ആവശ്യമെങ്കിൽ അതും അംഗീകരിച്ചു തരാൻ താൻ തയ്യാറാണ്. പക്ഷേ തനിക്ക് ഒരു ചാൻസ് കൂടി നൽകി നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന
മനു, സ്നേഹ തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോവുകയാണ് എന്നും അവളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു തുടക്കം നമുക്ക് തുടങ്ങിക്കൂടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അഞ്ജലിയെ ഞെട്ടിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.